തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതക കേസിൽ പ്രതിയായ ജോൺസൺ ഔസേപ്പിന്റെ മൊഴി പുറത്ത്. പ്രതി വീടിനുള്ളിൽ പ്രവേശിച്ചത് കൊല്ലപ്പെട്ട ആതിരയുടെ സമ്മതത്തോടെ എന്നാണ് മൊഴി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെ വീടിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസനെ ഈ പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ സംശയിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വരുന്നത്. ഇയാളെ തുടർന്ന് കോട്ടയം ചിങ്ങവനത്ത് നിന്നും വിഷം കഴിച്ച് ഗുരുതരമായ നിലയിലാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ അയാൾ മൊഴി നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ മൊഴിയിലേക്ക് അല്ലെങ്കിൽ മൊഴിയിൽ വിശദമാക്കിയിട്ടുള്ളത്? ഈ ആതിരയുടെ അറിവോടുകൂടിയാണ് വീട്ടിലെത്തിയത്, കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ ഇയാൾ വീട്ടിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മൊഴിയിൽ പറയുന്നുണ്ടോ? പ്രതി ജോൺസൺ ഔസേപ്പിന്റെ മൊഴി ഇപ്പോൾ പുറത്തു വരുമ്പോൾ കൃത്യം നടന്ന ദിവസം പെരുമാതുറയിൽ മുറിയെടുത്ത് താമസിച്ചിരുന്ന പ്രതി രാവിലെ 6:30 തന്നെ ആതിര താമസിക്കുന്ന സ്ഥലത്ത് എത്തിയെന്നാണ്. ആതിര കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടുന്ന സമയം വരെ പ്രതി ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഫോണിൽ കൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ് ആതിര അറിഞ്ഞിരുന്നു പ്രതി ആ പ്രദേശത്തുള്ള കാര്യം. തുടർന്ന് വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസന് ആതിര ചായ നൽകിയിട്ടുണ്ട്. അതായത് വീടിനുള്ളിലെ ജോൺസനെ ആതിര അകത്തേക്ക് കയറ്റുകയും ചായ നൽകി സൽക്കരിച്ചു എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ സമയം കയ്യിൽ നേരത്തെ കരുതിക്കൂട്ടി കൊണ്ടുവന്നിരുന്ന കത്തി മുറിക്കുള്ളിലെ മെത്തയ്ക്കടിയിൽ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഇവർ സംസാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ചു നേരം വീടിനുള്ളിൽ സമയം ചെലവഴിച്ചിരുന്നു. അതിനുശേഷമാണ് മെത്തയ്ക്കടിയിൽ ഉണ്ടായിരുന്ന കത്തി എടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പ്രതി പറയുന്നത്. ജോൺസൺ ഇട്ടിരുന്ന ഷർട്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവ് പൂജാരിയായ രാജീവിന്റെ ഷർട്ട് എടുത്തുകൊണ്ടാണ് അവിടെ നിന്നും ആതിരയുടെ സ്കൂട്ടർ തട്ടിയെടുത്ത് പ്രതി രക്ഷപ്പെട്ടത്. രാവിലെ 9:30 തന്നെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെന്നും അവിടെ നിന്നുമാണ് കടന്നതെന്നും പ്രതി പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയപ്പോൾ പ്രതി എലിവിഷം കഴിച്ചിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഗുരുതരാവസ്ഥയിൽ ബോധമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സ നടത്തി. ആദ്യം ഗുരുതരാവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ പ്രതിയുടെ നില ഭേദപ്പെട്ടിട്ടുണ്ട്. അതിനിടെയാണ് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. ആതിരയുമായി ഏകദേശം 1 വർഷത്തോളം പ്രതിക്ക് പരിചയമുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയം. പലതവണ നേരിട്ട് കാണുകയും ആതിരയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. ആതിരയിൽ നിന്ന് പല സമയമായി പണം കൈപ്പറ്റിയ പ്രതി വീണ്ടും ഈയിടെയും പണം കൈപ്പറ്റിയിരുന്നു. എന്നാൽ ആതിരയും പ്രതിയുമായുള്ള പരിചയം വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നൊരു സൂചനയുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഈ പ്രതിയുമായി അറിയാമെന്നുള്ള കാര്യം നേരിട്ട് അറിയില്ലെങ്കിലും ആതിര മറ്റാരെയോ ഒക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആതിര ഈ ബന്ധത്തിൽ നിന്നൊക്കെ വിട്ടുമാറി നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറിയതിനെ തുടർന്ന് ആതിരയെ കണ്ട് സംസാരിക്കുകയും ആതിര ഒപ്പം വരികയും വേണമെന്ന പ്രതി ആവശ്യപ്പെട്ടിരുന്നതായാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതിനിടയിൽ പ്രതി ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തിയുമായി അവിടെ എത്തിയത്. അതിനുശേഷം വീട്ടിൽ നിന്ന് കൊല നടത്തിയാണ് മടങ്ങുന്നത്. പ്രതി കൂടെ കൂട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ആതിര വിസമ്മതിച്ചതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിയുടെ മൊഴിയിൽ നിന്ന് അക്കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും പ്രതി കൊലപ്പെടുത്തിയത് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ടാണെന്നും ആതിരയുടെ വീട്ടിൽ രാവിലെ മുതൽ തന്നെ എത്തി കുഞ്ഞിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ആതിര വീടിനുള്ളിൽ പ്രതിയെ കയറ്റിയെന്നാണ് സാധ്യത. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അതില്ല വിഷ്ണു, നേരത്തെ ആരോഗ്യനിലയിൽ വലിയ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നുള്ള രീതിയിലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കഠിനംകുളം പോലീസ് സംഘത്തിനൊപ്പം വിട്ടയക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ മൊഴി നൽകാനുള്ള ഒരു ആരോഗ്യനിലയിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട്. ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിയമ നടപടികൾ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധ്യതയുണ്ടോ? ഇയാളെ കഠിനംകുളത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകാൻ സാധ്യതയുണ്ടോ? എന്നാണ് ആശുപത്രി വിടാൻ ഇയാൾക്ക് സാധിക്കുക? അതിലെ ആശുപത്രിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരിക്കും. പോലീസ് ഏതായാലും കൃത്യമായി നിയമ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ മൊഴിയെടുക്കലിന്റെ ഭാഗമായി കാര്യങ്ങൾ നടന്നു പോവുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി ബാക്കി വിവരങ്ങൾ ഇനി വരും നിമിഷങ്ങളിൽ അറിയാൻ സാധിക്കും. അതില്ല.